മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മോർണിംഗ് ആക്ടിവിറ്റി തന്നെയാണ്. ഇന്ന് ബിഗ് ബോസ് കൊടുത്ത മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ചെറു പുഞ്ചിരിയോ സഹായമോ അല്ലെങ്കിൽ നിങ്ങൾ പറയാതെ പോയ ഒരു കരുണയോ മറ്റാരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച ആ ഒരു സൽപ്രവൃത്തിക്ക് ശബ്ദം നൽകാൻ ബിഗ് ബോസ് ഒരു അവസരം നൽകുകയാണ്. അനുമോൾ പറഞ്ഞ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ബിഗ് ബോസ് വീട്ടിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ സമയത്ത് നമ്മളൊരു കരുതലായിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശബ്ദം എന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെയാണ്. ബിഗ് ബോസ് ഒന്ന് വിളിച്ച് സംസാരിച്ചെങ്കിൽ നമ്മളെല്ലാവരും ഓക്കെ ആകുമെന്ന് കരുതുന്ന സമയത്ത് ബിഗ് ബോസ് നമ്മളെ വിളിച്ച് സംസാരിക്കാറുണ്ട്. അതുതന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരുതൽ. അതേപോലെ തന്നെ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്ന് കരയുന്ന സമയത്ത് അബി എന്നെ തേടി പിടിച്ച് വന്ന് എന്നോട് സംസാരിച്ച് എന്നെ ഓക്കെ ആക്കാറുണ്ട്. അതേപോലെ തന്നെ ഒരു ദിവസം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അന്ന് ഞാൻ ഈ ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തു പോകാൻ തീരുമാനിച്ചാണ്. അന്ന് എനിക്ക് ക്ലാസ് തന്നത് ആദിലയും നൂറയും ശൈത്യയും ഷാനവാസക്കയുമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഈ ഒരു ബി മെറ്റീരിയൽ ആണെന്നും ഞാൻ ഇവിടെ നിൽക്കണമെന്നും ഞാൻ അന്ന് തീരുമാനിച്ചതാണ്. അതേപോലെ തന്നെ ഒരു ദിവസം നെവിൻ എൻ്റെ ബെഡിനകത്ത് വെള്ളം ഒഴിച്ചപ്പോൾ എനിക്ക് അവിടെ കിടക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ പുറത്താണ് പോയി കിടന്നത്. ആ സമയത്ത് അവിടെ ഭയങ്കര തണുപ്പായിരുന്നു. AC കൂട്ടിയായിരുന്നു ബിഗ് ബോസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് അനീഷേട്ടൻ്റെ തലയണയും അതേപോലെ തന്നെ അനീഷേട്ടൻ്റെ ബ്ലാങ്കറ്റെല്ലാം എനിക്ക് കൊണ്ടുവന്ന് തന്നു. അതെനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു മനസ്സിൽ ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമായിരുന്നു എന്ന് അനുമോള് പറയുന്നുണ്ട്. അതേപോലെ നൂറ പറഞ്ഞത്, ആരും കാണാതെ പോയൊരു സ്നേഹമുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അവൾക്ക് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ നല്ല രീതിയിൽ ആ ഒരാളെ നന്നായി നോക്കും. പക്ഷെ നമ്മൾ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൾ ആ ഭാഗത്തേട്ടേ തിരിഞ്ഞു നോക്കില്ല. പിന്നെ എനിക്ക് ഷാനവാസൊക്കെ ഉണ്ട്. അനുമോളോട് ഒരിക്കലും മിണ്ടരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഷോയിലേക്ക് വന്നത് തന്നെ. പക്ഷേ അവരുമായിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ അടുത്തതും അതേപോലെ തന്നെ തെറ്റലൊക്കെ ഉണ്ടായതും അവരുമായിട്ടാണ്. പക്ഷെ അവരുമായിട്ടുള്ളൊരു മൊമെൻറ്റ്സാണ് എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ ഒരിക്കലും മിസ് ചെയ്യാത്തതെന്നാണ് പറയുന്നത്. ആദ്യം പറഞ്ഞത് പ്രവീണാണ്. ബിഗ് ബോസ് വീട്ടിലെ ഒരു എവിഷൻ്റെ സമയത്ത് നൂറ പോകുമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രവീൺ എന്നോട് വന്ന് പറഞ്ഞു നൂറ പോകില്ല എന്ന് പറഞ്ഞാൽ അവൻ തന്ന ആ ഒരു സപ്പോർട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ശൈത്യയാണ് എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട്. അവളിങ്ങനെ അനുവിൻ്റെ പുറകെ പോയിട്ട് അവൾ പറഞ്ഞ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഇങ്ങനെ പുറകെ പോയിട്ടും അനുമോൾ മൈൻഡ് ആക്കാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ അനീഷേട്ടനെയും ഷാനവാസിനെയും പറയുന്നുണ്ട്, അവർ നല്ല കെയറിങ് ആണ് തന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞത് അക്ബറാണ് പറഞ്ഞത്. അക്ബർ പറഞ്ഞത് അപ്പാനി ശരത്തിനെയാണ് പറഞ്ഞത്. ഇവിടെ ഇരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും അത്രയും അധികം ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് കിടക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ മനസ്സ് കണ്ട് നെവിനാണ് അവിടെ നിന്ന് മാറി തന്നത്. അതുകൊണ്ട് നെവിനെയാണ് പറയുന്നത്. അതേപോലെ തന്നെ അനീഷേട്ടന് ഒരു മെൻ്റൽ സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അനീഷേട്ടനാണ് വന്ന് സംസാരിക്കാറുള്ളത്. ആ ഒരു പ്രശ്നത്തിൽ ഒരു കരുതൽ തന്നത്. ഷാനവാസ് പറഞ്ഞത്, ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന സമയത്ത് എൻ്റെ ഹെൽത്തിനെ കുറിച്ച് ആർക്കും ഒരു കാര്യം അറിയില്ലായിരുന്നു. ഞാൻ വന്ന സമയത്ത് ഇവിടെ ഒരു ബാൻഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി എന്നെ അനീഷും അക്ബറും ഓടിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് ഓടി. ഞാൻ തളർന്ന സമയത്ത് രഞ്ജിത്തേട്ടൻ എന്നോട് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിൻ്റെ ഹെൽത്ത് ഓക്കെ അല്ലേ ഷാനു എന്ന് ചോദിച്ച ആ ഒരു കരുതലാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്തതെന്നാണ് ഷാനവാസ് പറഞ്ഞത്. സരിക പറഞ്ഞത്, ജയിൽ ടാസ്കിൻ്റെ സമയത്ത് അനീഷേട്ടനും അഭിലാഷും സപ്പോർട്ട് ചെയ്തത് ഒരു നാരങ്ങ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നെ അത്രയും സഹായിച്ചത് അവർ രണ്ടുപേരാണ്. മുൻഷി പറഞ്ഞത്, മുൻഷി ഷോയിൽ നിന്നും പുറത്തേക്ക് പോയ സമയത്ത് ഷൂ ഉണ്ടായിരുന്നില്ല മുൻഷിക്ക്. ആര്യൻ്റെ ഷൂ ഇട്ടിട്ടാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത്. ആ സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് സരികേൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാനുള്ള ആ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എന്താണെന്ന് വെച്ചാൽ ആ ഒരു മൊമെൻ്റാണ്, ആ ഒരു കരുതലാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കരുതലായിട്ട് ഇവിടെ ഞാൻ കാണുന്നത്. ശാരിക പറഞ്ഞത്, അക്ബറുമായിട്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന സമയത്ത് എനിക്ക് ഹോട്ട് സീറ്റിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള ഒരു ഫൈറ്റ് നടത്തേണ്ടി വന്നു. ആ സമയത്ത് എൻ്റെ ഹോട്ട് സീറ്റിനെ നിർത്തണം, ഈ ജോലി തന്നെ ഇവർ നിർത്തണം, ഉപേക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഷാനവാസ് എനിക്ക് സപ്പോർട്ടായിട്ട്, ആ സമയത്ത് എന്നോടല്ല പറഞ്ഞത്, പക്ഷേ ഷാനവാസ് അക്ബറിനോട് പോയി പറഞ്ഞു. അത് അവരുടെ ജീവിതമാർഗ്ഗമാണ്, അവരുടെ കൊച്ചിനെയൊക്കെ നോക്കുന്നത് ആ ഒരു ജോലി കൂടിയാണ്, ജോലിനെ തൊട്ടൊന്നും പറയരുത് എന്ന് പറഞ്ഞത് ആ ഒരു മൊമെൻ്റാണ് എനിക്ക് കരുതലായിട്ട് തോന്നിയിട്ടുള്ളത്. പ്രവീൺ പറഞ്ഞത്, ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് ഇമോഷണലി ഞാൻ കരയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കിച്ചണിലൊരു പ്രശ്നം നടന്ന സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വന്നു. ഞാൻ കരയുന്ന സമയത്ത് രണ്ടുപേരും എന്നെ കെട്ടിപ്പിടിച്ചു. ആദിലയും അനുമോളും തന്ന ആ ഒരു ഹഗ്ഗാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ കരുതലായിട്ട് തോന്നിയിട്ടുള്ളത്. അതേപോലെ തന്നെ മസ്താനി, ഞാൻ ഇവിടെ നിന്ന് എവിക്റ്റായി പോയപ്പോൾ മസ്താനി പൊട്ടിക്കരഞ്ഞു. അതും എനിക്ക് ഭയങ്കര ഒരു കരുതലായിട്ട് തോന്നിയിട്ടുണ്ട്. നെവിൻ പറഞ്ഞത്, എനിക്ക് ബിഗ് ബോസ് വീട്ടിൽ വന്ന സമയത്ത് ഭയങ്കര വിശപ്പായിരുന്നു. വിശക്കുന്നു എന്ന്
പറഞ്ഞ് ഞാനൊരു ദിവസം കരഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ബിൻസിയും ശൈത്യയും എനിക്ക് 2 തക്കാളി കൊണ്ടുവന്ന് തന്നു. ആ ഒരു കരുതലാണ് എനിക്ക് ഭയങ്കര മനസ്സിൽ തട്ടിയൊരു കരുതൽ എന്ന് പറയുന്നത്. ജിഷൻ പറയുന്നത് ഈ ബിഗ് ബോസ് വീട്ടിൽ ഞാനൊരു വെജിറ്റേറിയനാണ്. അപ്പോൾ വെജിറ്റേറിയൻ്റെ പേരിൽ ഞങ്ങളുടെ അന്നൊരു ഭയങ്കര അടി നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കാതെ ഞാൻ മാറി നിന്നിട്ടുണ്ടായിരുന്നു. ഒനിയിലും ഞാനും ആയിരുന്നു ആ ഒരു പ്രശ്നം നടത്തിയത്. ആ സമയത്ത് അനീഷേട്ടൻ രാത്രി വന്നിട്ട്, ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അനീഷേട്ടൻ വന്നിട്ട് രാത്രി എന്നോട് സംസാരിച്ച് എന്നെ ഭക്ഷണം കഴിക്കാൻ വന്ന് വിളിച്ചു. നിങ്ങളെല്ലാവരും വിളിച്ചു, പക്ഷേ അനീഷേട്ടൻ വിളിച്ച ആ ഒരു ഇത് എൻ്റെ മനസ്സിൽ തട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ അനീഷേട്ടൻ എനിക്ക് കാണിച്ച ആ ഒരു കരുതലാണ് എൻ്റെ ജീവിതത്തിലെ വലിയൊരു കരുതലായിട്ട് ഞാൻ കാണുന്നതെന്നാണ് പറഞ്ഞത്. അഭിലാഷ് പറഞ്ഞത് നൂറയും ഞാനും തമ്മിൽ ടാസ്കിൽ നൂറയ്ക്ക് 2 പവേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഒരെണ്ണം കിട്ടുന്നതാണ് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നൂറ എനിക്ക് ഒന്നും തന്നില്ല. അതിലെനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ആ സമയത്ത് അനീഷേട്ടൻ എൻ്റെ ഫേസിൽ ടച്ച് ചെയ്തിട്ട് പോട്ടെ അബി എന്ന് അഭിലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഒരു ഫീൽ എന്ന് പറയുന്നത് എനിക്ക് എന്തോ അനീഷേട്ടൻ്റെ വേറൊരു മുഖം ഞാൻ അന്ന് കണ്ടു. അന്ന് മുതൽ ഞാൻ അനീഷേട്ടനുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിർത്തിയെന്നാണ് പറയുന്നത്. ശരത്ത് പറഞ്ഞത് ഈ ബിഗ് ബോസ് വീട്ടിൽ ഞാൻ ഏറ്റവും അധികം വഴക്കുണ്ടാക്കിയത് അനീഷേട്ടനുമാണ്. പക്ഷേ അനീഷേട്ടനും ഞാനും അനുമോളും തമ്മിൽ വലിയൊരു പ്രശ്നം നടന്നപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ബാത്റൂമിൻ്റെ അവിടെ പോയി കരയുന്ന സമയത്ത് അനീഷേട്ടൻ എന്നോട് വന്നിട്ട് പറഞ്ഞത്, ശരത്തെ നീ കരഞ്ഞോ, നീ ഇപ്പോൾ ആരോട് സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് എന്നോട് വന്ന് സംസാരിച്ച ആ ഒരു കരുതൽ എനിക്ക് ഭയങ്കര ഫീലായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. റെനയും പറഞ്ഞത് ബിഗ് ബോസ് വീട്ടിൽ എൻ്റെ കൈ പപ്പായ അരിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ചൊറിച്ചിലുണ്ടായി. അപ്പോൾ അക്ബർക്ക് എനിക്ക് തന്ന ആ ഒരു കരുതൽ. പിന്നെ ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ ഒരു ബ്രദറിനെ പോലെ എപ്പോഴും എനിക്കൊരു കെയർ തരുന്നത് അനീഷേട്ടനാണ്. എപ്പോഴും ഓക്കെ ആണോ റെന ഓക്കെ ആണോ, റെന ഓക്കെ ആണോ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കും. ശൈത്യ പറഞ്ഞത് ഇവിടെ എനിക്ക് ഒരുപാട് ഇഷ്യൂ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ബിഗ് ബോസ് വീട്ടിൽ അനുമോളും ഞാനും തമ്മിൽ പ്രശ്നം ഉണ്ടായ സമയത്ത് അനുമോളുടെ ബെഡിൽ നിന്ന് മാറി വേറൊരു ബെഡ് ഞാൻ അന്വേഷിച്ച സമയത്ത് എനിക്ക് എവിടെയും ബെഡ് കിട്ടിയില്ല. ആ ഒരു സമയത്ത് എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദിലെ നൂറയാണ് എന്നെ വിളിച്ച് എനിക്ക് ബെഡ് തന്നത്. അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കരുതൽ തന്നെയെന്നാണ് പറയുന്നത്. ബിൻസി പറഞ്ഞത് ബിഗ് ബോസ് വീട്ടിൽ എപ്പോഴും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓക്കെ ആണോടാ എന്ന് ചോദിക്കുന്ന ഒരാളുണ്ട്, അത് അബിയാണ്. ആ ഒരു അബി തന്ന കരുതലാണ് ഞാനിവിടെ ആദ്യമായിട്ട് കരഞ്ഞപ്പോൾ കരുതൽ തന്നതാണ് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തത്. മസ്താനി പറഞ്ഞത് ശാരിക ചേച്ചിയാണ്. എനിക്ക് ഇന്നലെ ശാരിക ചേച്ചി അനുമോളും ജിഷിനും അതേപോലെ തന്നെ അബിയും തന്ന ഒരു സപ്പോർട്ട് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരും തന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അനീഷേട്ടനാണ്. അനീഷേട്ടൻ നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്, നിങ്ങൾ വിന്നറാവുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ നല്ലൊരു മനുഷ്യനാണെന്ന് മസ്താനി പറയുന്നുണ്ട്. അനീഷ് പറഞ്ഞത് ഷാനവാസാണ്. ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന സമയത്ത് ഒട്ടും ഞങ്ങൾ തമ്മിൽ അടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ തമ്മിൽ അടുക്കാൻ തുടങ്ങി. അത് സൗഹൃദമാണോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി ഏറ്റവും അധികം ആഗ്രഹിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഷാനവാസുമായിട്ടുള്ള സൗഹൃദം കൊണ്ടുപോകാനാണ്. ഞാൻ ഇനി എൻ്റെ ലൈഫ് ലോങ് ഞാൻ ഷാനവാസിനെ ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് തന്നെ കൂടെ കൂട്ടുന്നതാണ് അനീഷ് പറയുന്നത്.